എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയത്. അതായത് ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അല്ലെങ്കിൽ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. ഒരു ലവ് റീഡിങ് കൂടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ലവ് റീഡിങ് മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഈ റീഡിങ് കണ്ടു നോക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും ഇതൊരു ലവ് റീഡിങ് കൂടിയാണ്. എന്നാൽ ലവ് റീഡിങ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ എന്തുകൊണ്ട് കണ്ടുമുട്ടി, ആ വ്യക്തി നിങ്ങളെ എന്തുകൊണ്ട് കണ്ടുമുട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ, പ്രത്യേകിച്ചും നിങ്ങൾ ആ വ്യക്തിയെ എന്തുകൊണ്ട് കണ്ടുമുട്ടി, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. മേ ബി ലവ് റീഡിങ്ങിൻ്റെ എനർജി വരികയാണെങ്കിൽ അതും ഞാൻ പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ID വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്? അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തിന്? നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒക്കെ ശരിയാണ്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും. ഇനി നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് വെച്ചോളൂ. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ഓക്കെ, സാരമില്ല, നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആ വ്യക്തി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന, ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന, ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു നല്ല ഫ്രണ്ട്, അത് ആ വ്യക്തിക്ക് ഉണ്ടാകണം. ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ആ വ്യക്തിക്കില്ല എന്നല്ല പറയുന്നത്, ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര് ആ വ്യക്തിയുടെ കൂടെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതായത് ആ വ്യക്തിയോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമോ
അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നുള്ളതാണ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ളതല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ആണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. കാരണം ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം, നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇത് ഒരാളുടെ എനർജി ആയിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. അതായത് ഇത് ആ വ്യക്തിയുടെ മാത്രം എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം എനർജി ആയിട്ടോ എനിക്കിവിടെ തോന്നുന്നില്ല. അങ്ങനെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലും ജീവിതത്തിലും അതായത് ഒത്തിരി നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട് ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം. അതുപോലെ ആ വ്യക്തിയുടെ കോൺഫിഡൻസും ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം. പ്രത്യേകിച്ച് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെയും ആ പേഴ്സൻ്റെയും കരിയറിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം. ആ വ്യക്തിയുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഒരുപാട് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് വിജയം ഉണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങൾ ഒരു കാരണമാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ കൂടി ഒരു കാരണമാണ്. കാരണം ആ വ്യക്തി ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ കരിയറിൽ ഉണ്ടായ വിജയത്തിന് നിങ്ങൾ കൂടി ഒരു കാരണമാണ് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേ ബി നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കരിയറിൽ ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ വ്യക്തി കൂടിയാണെന്ന്, അതായത് ആ വ്യക്തി കൂടിയാണ് ആ ഒരു വിജയത്തിൻ്റെ കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ രണ്ടുപേരും മേ ബി ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കരിയറിലായിരിക്കാം. അതായത് ആ വ്യക്തിയുടെ കരിയറിലായിരിക്കാം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളും അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം കരിയറിൻ്റെ എനർജി ഇവിടെ എനിക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എങ്കിലും ഞാൻ പറയുന്നു, എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളുടെ കരിയറിലും ആ വ്യക്തിയുടെ കരിയറിലും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതിന് ശേഷം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിന് ആ വ്യക്തി നിങ്ങളെയും നിങ്ങൾ ആ വ്യക്തിയെയും സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു നല്ല മാറ്റം ഉണ്ടാകാനായി നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും സഹായിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും, അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ നല്ല മാറ്റങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അത്ര ചെറിയ മാറ്റമല്ല, വലിയ വിജയങ്ങളായിക്കോട്ടെ, അതായത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, ചെറിയ വിജയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ നല്ല മാറ്റങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അത്ര ചെറിയ മാറ്റമല്ല ഒരു വലിയ വിജയമായിക്കോട്ടെ, ചെറിയ ഒരു മാറ്റമായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ഉണ്ടാകുന്ന സമയത്ത്
നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതുപോലെ ആ വ്യക്തി നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ വിജയമുണ്ടാകുമ്പോൾ ആ വ്യക്തിയും സന്തോഷിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളും സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളും സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ വ്യക്തിയുടെ വിജയത്തിൽ നിങ്ങളും നിങ്ങളുടെ വിജയത്തിൽ ആ വ്യക്തിയും ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളും ആ വ്യക്തിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതിനു മുൻപ് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു എന്നല്ല പറയുന്നത്. അതായത് മുൻപും നിങ്ങളും ആ വ്യക്തിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം ആ വ്യക്തി കൂടുതലായിട്ട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതിനു മുൻപ് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മവിശ്വാസം ഒത്തിരി കൂടിയിട്ടുണ്ടായിരിക്കാം. അതായത് ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ആത്മവിശ്വാസവും ഒത്തിരി കൂടിയിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ കോൺഫിഡൻസും ഒത്തിരി കൂടിയിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മവിശ്വാസവും ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം. ഇതിനെല്ലാം ആ വ്യക്തി നിങ്ങളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ വ്യക്തിയോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയോട്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിണക്കത്തിലാണെങ്കിൽ മേ ബി നിങ്ങൾ ആ വ്യക്തിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടാൻ കാരണം ആ വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ കാരണം ആ വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞതുപോലെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആണ് ആ വ്യക്തി നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കൂടാൻ കാരണം നിങ്ങളാണ്. എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന് ആ വ്യക്തി നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ പിണക്കത്തിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പിണക്കത്തിലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി പിണക്കത്തിലൊന്നും അല്ല, പക്ഷെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വ്യക്തി നന്ദി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിന് നന്ദി പറയാൻ ആഗ്രഹിച്ചിട്ട് പറയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് നന്ദി പറയണം, കാരണം ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടാൻ നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്ന് നന്ദി പറയണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അതിപ്പോൾ ആ വ്യക്തിയുടെ കരിയറിലാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും മേ ബി ആ വ്യക്തി ഒരു ആശയക്കുഴപ്പത്തിലായി പോകാറുണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് ശരിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് മേ ബി നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. മേ ബി ആ വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. ആത്മവിശ്വാസം, നല്ല മാറ്റങ്ങൾ, സൗഹൃദം, ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. അതായത് ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി.
ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടായി. നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മവിശ്വാസം ഒത്തിരി കൂടി. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അതായത് ഒരു സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ എനർജി എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ വ്യക്തിയുടെ കോൺഫിഡൻസും നിങ്ങളുടെ കോൺഫിഡൻസും ഒത്തിരി കൂടി. അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പിണക്കത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഒത്തിരി വിഷമമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തതിൽ. അതുപോലെ മേ ബി നിങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ടായിരിക്കാം ആ വ്യക്തിയോട് സംസാരിക്കാൻ സാധിക്കാത്തതിൽ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.